എങ്ങനെയായിരുന്നു ഇൻകം ടാക്സിലൊക്കെ ജോലി കിട്ടുന്നൊക്കെ പറയുമ്പോഴേ ഫാമിലി ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റേഷ്യയെ പറ്റി? എന്തായാലും ഒരു ഗവൺമെന്റ് ജോബ് വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ PSC SSC അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ വെച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സെക്യൂർ ആയിട്ടുള്ള ജോബ് ഉണ്ട്. അതാണ് ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നതാ. കാരണം നമ്മുടെ ജോബ് സെക്യൂർ ചെയ്യാം. ഇനിയിപ്പോൾ ലോകത്ത് എവിടെ പോയാലെന്താ നമുക്ക് ജോലി ഇവിടെ ഉണ്ട്. സോ നോ ടെൻഷൻ. സോ നിലവിൽ ക്ലിയർ ചെയ്ത പോസ്റ്റ് ഇൻകം ടാക്സ് ഓഫീസ് സൂപ്രണ്ടാണ്. അപ്പം ഇതിൽ തുടരാനാണോ അല്ലെങ്കിൽ വേറെ എക്സാംസ് ഹയർ എക്സാംസ് ട്രൈ ചെയ്യുന്നുണ്ടോ? കിട്ടിയ ആൾക്കാരെന്നെ ഇവിടെ നിർത്തുന്നൊന്നുമില്ല കേട്ടോ. കാരണം കിട്ടുന്ന ആൾക്കാർ ഇനിയും മേലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം മെന്റാലിറ്റി, ഗ്രോത്ത് മെന്റാലിറ്റി. നമ്മൾ ജോയിനിങ് ആണ് വരെ നമ്മൾ ആസ്പിറന്റ് തന്നെയാണല്ലോ, അതിനുശേഷമല്ലേ എംപ്ലോയി. അപ്പോൾ അതുവരെ ജോയിൻ ചെയ്താലും ആസ്പിറന്റ് ആയിരിക്കും. അതെ, അപ്പോൾ വർക്കിംഗ് ആസ്പിറന്റ്. ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ അച്ചീവേഴ്സ് ടോക്ക്. ഇന്ന് നമ്മളെ കൂടെയുള്ളത് റീഷ. SSC CG 2025 നിങ്ങൾക്കറിയാം ടീമേറ്റ്സിൻ്റെ ഒരു വലിയ പ്രകടനം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയെന്നുള്ളതാണ്, വലിയ റിസൾട്ടും റാങ്കുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഓഫീസ് സൂപ്രണ്ട് പോസ്റ്റിലേക്ക് നമുക്ക് ഓൾമോസ്റ്റ് 50 ആൾക്കാരെ നമുക്ക് ഇൻകം ടാക്സിലേക്ക് അയക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ഇതിലുപരി ഇൻസ്പെക്ടേഴ്സും റാങ്ക് 1 ഒക്കെ ഉൾപ്പെടെ വലിയൊരു നേട്ടം കാഴ്ചവെച്ചു. അപ്പം നമുക്ക് ഇന്ന് കേൾക്കാനുള്ളത് റീഷയുടെ സ്റ്റോറി. ലൈക്ക് നമ്മൾ എത്ര ആൾക്കാർ SSC അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എക്സാമിൽ നമ്മൾ എഴുതി നല്ലൊരു പോസ്റ്റിലേക്ക് കയറുന്നത് എത്ര ആൾക്കാർ 10ാം ക്ലാസ് വരെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം? വളരെ ചുരുക്കം ആൾക്കാർ. നമ്മളെല്ലാവരും ഇതിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഡിഗ്രിക്ക് ശേഷമാവാം അല്ലെങ്കിൽ PG കഴിഞ്ഞതിന് ശേഷമാവാം. ആൻഡ് അതിൽ ചുരുക്കം ചില ആൾക്കാർ 10ാം ക്ലാസ് മുതലേ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുമ്പോഴേ എൻ്റെ ഒരു പാത്ത് ഇതായിരിക്കും അല്ലെങ്കിൽ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കും എന്നുള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ചാൻസ് കൂടുതൽ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് റീഷ. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഡിഗ്രി കഴിഞ്ഞു, നേരിട്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ റിസൾട്ടും മറ്റേ കാര്യങ്ങളും വെയിറ്റ് ചെയ്യാതെ നേരിട്ട് SSC കോച്ചിങ്ങിന് വരിക. അത് 2024 വന്നു. 2025 CGL Tier 2 അടക്കം എല്ലാം ക്രാക്ക് ചെയ്ത് ഇൻകം ടാക്സിൽ ജോലി കിട്ടുക. സോ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളൊരു വ്യക്തി അല്ലേ? അങ്ങനെ അപ്പോൾ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു ജോലി കയ്യിലുണ്ടാവുക അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക, നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് റിൻഷയുടെ ഈ സക്സസിലേക്കുള്ള ഒരു ജേണി. അത് മാത്രമല്ല ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ റീഷയ്ക്ക് പറയാനുണ്ട്. സോ റീഷ, വെൽക്കം ടു അച്ചീവേഴ്സ് ടോക്ക്. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അച്ചീവേഴ്സ് ടോക്കിന് പറയാൻ വേണ്ടി? ഇല്ല, വെറുതെ സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഓക്കെ, എന്നാൽ പിന്നെ അത് തന്നെ നമ്മളെ യൂഷ്വൽ കാര്യമാണ് എങ്ങനെ SSCയിലേക്ക് എത്തി എന്നുള്ളത്. എനിക്ക് പറയുന്ന പോലെ ഞാൻ കുറച്ച് കാലത്തോട് പറഞ്ഞു, ലൈക്ക് 10ാം ക്ലാസ്സിലെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വന്നു. കസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി പഠിക്കുമ്പോഴേ ഒരു പാത്ത് ഇതായിരിക്കും എന്നുള്ള സാധനം ഫിക്സ് ആയിരുന്നു. ബട്ട് SSC ഇൻകം ടാക്സ് അങ്ങനെയൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞോളൂ. 10th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഒരു കസിനാണ് ഇങ്ങനെ എക്സാം ഉണ്ട്, SSC കൊണ്ടൊരു എക്സാം ഉണ്ട്, അതുവഴി നമുക്ക് ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ജോബ് കിട്ടും എന്നൊക്കെ പറഞ്ഞതിന് അപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിട്ടായിരുന്നു എന്തായാലും ഒരു ഗവൺമെൻറ് ജോബ് വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ PSC SSC അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ വെച്ചു. പിന്നെ 12th ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ കുറച്ചുകൂടെ അതിനെപ്പറ്റി പഠിച്ചു പിന്നെ അതിനനുസരിച്ചിട്ട് ഡിഗ്രി എടുത്തു. പിന്നെ ഡിഗ്രി കഴിഞ്ഞു, കോച്ചിങ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി ജോയിൻ ചെയ്തു. അങ്ങനെ ഫീൽസ് ലൈക്ക് കുടുംബത്തിലെ ആദ്യ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആൻഡ് ആ നാട്ടിലെ ആദ്യ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി. നാട്ടിലാണെന്ന് തോന്നുന്നു. നാട്ടിലാണോ? ആയിരിക്കും, അറിയില്ല. എങ്ങനെയായിരുന്നു ഇൻകം ടാക്സിലൊക്കെ ജോലി കിട്ടുന്നൊക്കെ പറയുമ്പോഴേ ഫാമിലി ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റീഷയെ പറ്റി? റീഷ ഇൻകം ടാക്സിലൊക്കെ എത്തിപ്പെടും അല്ലെങ്കിൽ പഠിച്ചെന്താ കോഴ്സ് എന്താ കഴിഞ്ഞ? ഞാൻ ഫിസിക്സാ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സ് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു ടീച്ചിങ് ലെവലിലേക്കൊക്കെ ആൾക്കാർ മേ ബി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇൻകം ടാക്സിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഷോക്ക് ആയിട്ടുണ്ടോ? അങ്ങനെ ഇൻകം ടാക്സ് ഞാൻ ആദ്യമേ ഗവൺമെൻറ് ജോബ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇൻകം ടാക്സിലേക്ക് എത്തും അല്ലെങ്കിൽ അങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതിൽ ഇങ്ങനെ ഈ ജോബാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഇൻകം ടാക്സിലാണെന്നും കൂടെ പറയുമ്പോൾ അവർ കുറച്ചുകൂടെ അറിയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ, അപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഇപ്പം റീഷയെ കുറിച്ച് ഞാൻ കേട്ടത്, എനിക്ക് അറിയാവുന്നത് റീഷയുടെ പഠിപ്പിച്ചിട്ടാണ്. 10ാം ക്ലാസ് മുതലേ പഠിപ്പിച്ചാണ്. ഡിഗ്രിയൊക്കെ വിക്ടോറിയ കോളേജ് പാലക്കാട് വിക്ടോറിയയിലാണ് കഴിഞ്ഞത്. അപ്പം ആ ഒരു പഠിപ്പിസ്റ്റ് പിന്നെ മനോഭാവം ഇതിലേക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ? അങ്ങനെ ഭയങ്കര പഠിപ്പിച്ചിട്ടൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ട്, എങ്ങനത്തെ ജോബ് വേണം, ആ ജോബിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ വെറും പഠിത്തം മാത്രം അങ്ങനെയൊന്നുമല്ല. വേറെ എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങനെ
ഡാൻസ് ചെയ്യും, വീഡിയോസ് ഉണ്ടാക്കും, പിന്നെ ക്രാഫ്റ്റ്, അങ്ങനെ കുക്കിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഫുഡിയാണ്. ഫുഡിയാണ്, നല്ല ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കും. കുറെ നാട് കാണാൻ ആഗ്രഹമുള്ള ആളാണ്. നാടാണ് ആഗ്രഹം. അപ്പം അങ്ങനെ വേറെയും ആഗ്രഹങ്ങളുണ്ട്, നല്ല പഠിപ്പിച്ച്. ആഗ്രഹങ്ങൾ പറഞ്ഞോ, ഇതായുള്ള രീതിയാണ് നമ്മൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ തടസ്സങ്ങളില്ല. ഇപ്പം നമ്മുടെ കയ്യിലൊരു സെക്യൂർ ആയിട്ടുള്ള ജോബ് ഉണ്ട്. അതാണ് ഇപ്പം ഞാൻ എല്ലാവരും പറയുന്നതാ. കാരണം നമ്മുടെ ജോബ് സെക്യൂർ ചെയ്യാം. ഇനിയിപ്പോൾ ലോകത്ത് എവിടെ പോയാലും എന്താ, തിരിച്ച് നമുക്കൊരു ജോലി ഇവിടെ ഉണ്ട്. സോ നോ ടെൻഷൻ. അപ്പം ഇനി പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, ലോകം എന്തൊക്കെ കാണണം, എവിടെയൊക്കെ പോകണം. ഓക്കെ, എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ ഒരുവിധം എല്ലാ സ്റ്റേറ്റ്സും ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. കുറേ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. അതൊക്കെയാണ് മെയിൻ ആഗ്രഹങ്ങൾ. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുക, ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങൾ. റിസൾട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ വിജയം? റിസൾട്ട് എൻ്റെ പാരൻസിന്, പിന്നെ ഫ്രണ്ട്സ്, കസിൻസ്, പിന്നെ അങ്ങനെ കുറേ പേര്, ഇപ്പോൾ സാറടക്കം കുറേ ഹെൽപ്പ് ചെയ്ത കുറേ പേർക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ റേഷ്യൻ കണ്ടുമുട്ടിയത് ആദ്യമായിട്ട് 2024 മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. ആൻഡ് അഗൈൻ വി യുണൈറ്റഡ് ടീംമേറ്റ്സ് അക്കാദമി. അപ്പോൾ നമ്മളൊരു ഒരു വിജയം, സക്സസ് എന്ന് പറയുന്ന ടീംമേറ്റ്സിലൂടെയാണ്. സോ എന്താണ് ടീംമേറ്റ്സിന് റേഷ്യയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം? എന്താണ് ടീംമേറ്റ്സ്? ഞാൻ 2024 എൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ ടയർ 1 ക്ലിയർ ആയി. അപ്പോൾ ടയർ 2 പ്രിപ്പറേഷൻ്റെ ഇടയിൽ ഞാൻ CG വന്നിട്ട് ഒരു സ്കോളർഷിപ്പിൻ്റെ സിജിയിൽ ഞാൻ പാർട്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് വഴിയാണ് ഞാൻ ടീംമേറ്റ്സിനെ പറ്റി കേട്ടത്. ഒരു സ്കോളർഷിപ്പ് എക്സാം, സ്കോളർഷിപ്പ് കുറേ ആൾക്കാരുണ്ട് നമ്മളെ സ്വാലിഹുണ്ട്. ടീംമേറ്റ്സിൻ്റെ സ്കോളർഷിപ്പ് ഞാൻ എഴുതി. അപ്പോൾ എനിക്കത് അപ്രാവശ്യം കിട്ടി. പക്ഷേ എനിക്ക് അപ്പം ടീംമേറ്റ്സിനെ പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടന്റിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ സെൽഫായിട്ട് പഠിക്കാം. അപ്പോൾ ടയർ 1 അങ്ങനെയാണല്ലോ ക്ലിയർ ചെയ്തത്. അപ്പോൾ ഞാൻ വെച്ചു ടയർ 2 അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഞാൻ പിന്നെ ലെഫ്റ്റായി. പക്ഷേ സന്ദേശ് സാറ് ആ ടൈം മുതലേക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. സാറ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും. പിന്നെ അതിന് ശേഷം ടീംമേറ്റ്സിനെ പറ്റി ഒന്നും കൂടെ നമ്മൾ ഫ്രണ്ട്സ് വഴിയൊക്കെ അറിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ടയർ 2 വരികയാണെങ്കിൽ അഡ്വാൻസ്ഡ് എടുക്കാന്നുള്ളത്. അങ്ങനെയാണ് ടീംമേറ്റ്സിലെത്തുന്നത്. ഓക്കെ, സോ നിലവിൽ ക്ലിയർ ചെയ്ത പോസ്റ്റ് ഇൻകം ടാക്സ് ഓഫീസ് സൂപ്രണ്ടാണ്. അപ്പം ഇതിൽ തുടരാനാണോ അല്ലെങ്കിൽ വേറെ എക്സാംസ്, ഹയർ എക്സാംസ് ട്രൈ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ 26 ഒന്നും കൂടെ എഴുതി വെക്കാൻ വിചാരിക്കുന്നുണ്ട്. കുറച്ച് ഇല്ല, നിർത്തിയിട്ടില്ല. നമ്മൾ ജോയിനിങ് ആണ് വരെ നമ്മൾ ആസ്പിറന്റ് തന്നെയാണല്ലോ, അതിനുശേഷം അല്ലേ എംപ്ലോയി. അപ്പോൾ അതുവരെ അതെ, അപ്പോൾ വർക്കിംഗ് ആസ്പിറന്റ്. ഇനി ഇപ്പോൾ ലെവൽ 8 വരെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. AA വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്നുകൂടെ നോക്കാം എന്നുള്ള പോലെ. തീർച്ചയായിട്ടും. അപ്പോൾ ലെവൽ 8 പോസ്റ്റ് കയറി കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടും അല്ലേ? കിട്ടുമായിരിക്കും. കിട്ടണം. ഇൻസ്പെക്ടർ പോസ്റ്റ് റാങ്കിലേക്ക് മാറണം. തീർച്ചയായിട്ടും. ഇത് നിങ്ങൾക്കൊന്ന് കേൾക്കേണ്ടതാണ്. കാരണം ഈ കിട്ടിയ ആൾക്കാർ തന്നെ ഇവിടെ നിർത്തുന്നൊന്നുമില്ല കേട്ടോ. കാരണം കിട്ടുന്ന ആൾക്കാർ ഇനിയും മേലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം മെന്റാലിറ്റി, ഗ്രോത്ത് മെന്റാലിറ്റി. നമ്മളെ മാക്സിമം പൊട്ടൻഷ്യൽ പുഷ് ചെയ്യണം എന്നാണല്ലോ പറയാം. ഇപ്പം നമ്മളതല്ല, ഇപ്പോൾ ഫുട്ബോളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോഴും ലെജൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? മെസ്സി, റൊണാൾഡോ ഒരു കളി നമ്മൾ കഴിഞ്ഞ എഴുതി തള്ളി, പക്ഷെ അതിന്റെ റിഡംഷൻ ഈ കളി തീർത്തു. അപ്പം ലൈക്ക് അച്ചീവ് ചെയ്ത ആൾക്കാർ പിന്നെയും അച്ചീവ് ചെയ്യണ ആഗ്രഹം. അപ്പം വൺസ് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലഹരിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ആ ഒരു സാധനം നമ്മളെ ഉയരങ്ങളിലേക്ക് വീണ്ടും എത്തിക്കും. പിന്നെ നമുക്ക് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കണമല്ലോ. തീർച്ചയായിട്ടും ഇവിടെ കൊണ്ട് നിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾ, ജോലി കിട്ടിയിട്ടോ ജോലി കിട്ടാതെയോ ഒക്കെ ചെയ്യണമെന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഫസ്റ്റ് സാലറി എന്താ ചെയ്യുക? ഫസ്റ്റ് സാലറി ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാർക്ക് കുറേ സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. എനിക്കും എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന ആളാണ്. അതെ. എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കിയ പൈസയും കൊണ്ട് നമ്മൾ മേടിച്ചു കൊടുക്കുക, അത് സന്തോഷമല്ലേ? അങ്ങനെ ചെയ്യണം. അതെ, വലിയ സന്തോഷമാണ്. അതെ, സ്വന്തമായിട്ട് ഏൺ ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു ജോലി കിട്ടുമ്പോൾ നമ്മളെ ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതെ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിലത്തെ ഒരു ലക്ഷ്യമാണ് നമ്മളെ കൂടെ ഈ ജോലി കിട്ടാനും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് എന്തെങ്കിലും എനിക്ക് പറ്റുന്ന പോലെ തിരിച്ച് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ റിസൾട്ട് കിട്ടിയ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? റിസൾട്ട് അറിഞ്ഞ, ഐ മീൻ കേറി ജോലി കിട്ടി എന്നറിഞ്ഞ ഒരു മൊമെന്റ്? റിസൾട്ട് കിട്ടിയ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ റിസൾട്ട് വരും എന്നുള്ള പോലെ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഫസ്റ്റ് വീട്ടിൽ വിളിച്ച് പറയാൻ വേണ്ടിക്കുക. അപ്പം ഉമ്മ ആ ടൈമിൽ ഇലക്ഷൻ ഡ്യൂട്ടി ആയിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാളും കൂടെ
ഉപ്പയും ഉമ്മയും ഒരുമിച്ച് ഉണ്ടാവണവരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, രണ്ടാൾ ഒരുമിച്ച് എൻ്റെ ഈ ഹാപ്പി ന്യൂസ് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇതെങ്ങനെ ഈ പോസ്റ്റിനെ പറ്റിയൊക്കെ കേട്ടപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി. റിഷ, കുറച്ച് റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ. ബീച്ച് ഓർ മൗണ്ടൻസ്? ബീച്ച്. മണി ഓർ ടൈം? ടൈം. സിറ്റി ലൈഫ് ഓർ വില്ലേജ് ലൈഫ്? സിറ്റി ലൈഫ്. ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ? ഫുട്ബോൾ. വൈ? എന്തോ അതാണ് കുറച്ച് കാണാൻ കുറച്ചൊക്കെ ഇഷ്ടം. Who's your favorite player? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയില്ല. കോഫി ഷോപ്പ് ഓർ ലൈബ്രറി? ലൈബ്രറി. ലൈബ്രറി. വൈ? എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ട്രെയിൻ ഓർ ഫ്ലൈറ്റ്? ഫ്ലൈറ്റ്. മ്യൂസിക് ഓർ പോഡ്കാസ്റ്റ്? പോഡ്കാസ്റ്റ് ആദ്യമായിട്ടാണല്ലോ ചെയ്യണത്. ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പം മ്യൂസിക് ആവും. പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ. ഫെയിം ഓർ വെൽത്ത്? ഫെയിം ഓർ വെൽത്ത്? വെൽത്ത്. വൈ? ഫെയിം കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ പോലെ ഒരു സമാധാനമൊക്കെ പോണ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവോ? എനിക്കെന്തോ ഫെയിം ഭയങ്കര ഫേമസ് ആകുമ്പോൾ ഒരു നമുക്ക് നമ്മുടെ ലൈഫ് ഒരു പ്രൈവസി ഇല്ലാതാവില്ലേ. പൈസ ഉണ്ടെങ്കിൽ നല്ലല്ലേ. ഓക്കെ. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീംമേറ്റ്സിയൻ? ടീംമേറ്റ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ആൻഡ് വൈ? സന്ദേശ് സാറാവും. സാറാണ് കുറേ ഹെൽപ്പ് ചെയ്തത്. സാറ് വഴിയാണ് ടീംമേറ്റ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് സാറാവും ടീംമേറ്റ്സിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. സോ യുവർ ഫേവറേറ്റ് ടീംമേറ്റ്സിയൻ ഇസ് സന്ദേശ് സാർ. ഓക്കെ. Which faculty member had the biggest impact on your journey? Sandesh sir. Okay. What's your favorite memory from teammates? Okay. ഞാൻ ഇപ്പോൾ അവിടെ ടീംമേറ്റ്സിൽ മെറ്റീരിയൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് ഫസ്റ്റ് സാലറി അവിടെ നിന്ന് കിട്ടി. അതാണ് ഫസ്റ്റ് സാലറി ടീംമേറ്റ്സിന് കിട്ടി. ടീംമേറ്റ്സ് പഠിച്ച ജോലി കിട്ടി. ആ ജോലി സാലറി കിട്ടുന്നതിന് മുമ്പ് ടീംമേറ്റ്സ് കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും നല്ല മെമ്മറി. അത് അടിപൊളി. Okay. What's one thing that every new student should experience at teammates? Yes. അവിടെ ഇപ്പോൾ പുതിയ സ്റ്റഡി ഏരിയ വന്നിട്ടുണ്ടല്ലോ. അതെനിക്ക് നല്ലത് തോന്നി. പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഒരു പുതിയ കുട്ടി വരുമ്പോൾ അവർക്ക് നല്ലതായിരിക്കും. അതിപ്പോൾ എന്നോട് ഞാനൊരു ഒറ്റ കാര്യമായിട്ട് തൊട്ടയിൽ അപ്പോൾ എന്നോട് കുറേ കുട്ടികൾ നമുക്ക് മേലൊരു റീഡിങ് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ടീംമേറ്റ്സിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അത്രയും കംഫർട്ടായി. AC ക്ലാസ് റൂം. അവിടുത്തെ കുട്ടികൾ നേരെ ഇതിലേക്ക് പോകുമ്പോൾ സാറേ ചൂടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് കൂടി പറയാണ്, അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്നു. സാറേ പുതിയ റീഡിങ് സ്പേസ് ഉണ്ടാക്കുമോ, നമുക്ക് അങ്ങോട്ട് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു റീഡിങ് സ്പേസ് നമ്മൾ പുതിയത് വാങ്ങി അവിടെ നമ്മൾ ഫുള്ളി എയർ കണ്ടീഷൻഡ്, അതും ഒരു 400 ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള സംവിധാനം ചെയ്തു. ആൻഡ് വി വിൽ എക്സ്പാൻഡ്. നമ്മൾ ഇനി സ്റ്റുഡൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ടീംമേറ്റ്സ് എന്നും ശ്രദ്ധിക്കുന്ന നമ്മുടെ വിഷൻ്റെ ഭാഗമാണ്. സോ നിങ്ങളോട് കൂടി പറഞ്ഞാണ്. ഓക്കെ. വിച്ച് ഡേ അറ്റ് ടീംമേറ്റ്സ് ഫെൽറ്റ് മോർ മെമ്മറബിൾ? വിച്ച് ഡേ? ഒരു ഏതൊരു സെപ്പറേറ്റ് ഡേ സ്പെഷ്യലി? ഫസ്റ്റ് വന്ന ദിവസം അങ്ങനെ ആയിരിക്കും അത് ടീംമേറ്റ്സ് കണ്ടത്. മറ്റേത് ഇങ്ങനെ കുറച്ച് ഓൺലൈനൊക്കെ ആയിട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ ആ ഒരു സംഭവമായിരിക്കും. വാട്ട് വുഡ് യു മിസ് ദ മോസ്റ്റ് ആഫ്റ്റർ ലീവിങ് ടീംമേറ്റ്സ്? അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഫ്രീ ടൈം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക ജോലിയുടേതായിട്ടുള്ളൊരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊന്നും ഇല്ലാത്ത ലൈഫ് ആയിരിക്കും മിസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ജോലിയുടെ പ്രഷറിലേക്ക് കിടക്കുന്ന ടീംമേറ്റ്സ് റിലാക്സ് ചെയ്ത ആ ഒരു മൊമെന്റ് പഠിക്കുന്ന മൊമെന്റ് കൂടുതൽ മിസ് ചെയ്യാം. അതായിരിക്കും. പഠിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ട്, പക്ഷേ അതൊരു വേറെ സ്ട്രെസ്. ജോലി ഇല്ലാത്ത സ്ട്രെസ്. അതെ, ജോലി ഇല്ലാത്ത സ്ട്രെസ്. ജോലി കയറിയിട്ടുള്ള സ്ട്രെസ് വേറെ വരും. അതെ. ഓക്കെ. ലൈഫിൽ അങ്ങനെ സ്ട്രെസ് നിൽക്കുന്നില്ലല്ലോ. ഇല്ല, നിൽക്കില്ല. ഓക്കെ. ബി ഹോണസ്റ്റ്. ആർ യു ആക്ച്വലി സൈലന്റ് ഓർ ജസ്റ്റ് ഇഗ്നോറിങ് എവരിവൺ? അങ്ങനെ സൈലന്റ് ആയിട്ടുള്ള ആളാണോ? സൈലന്റ് ആണ്. കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് കയറി സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇഗ്നോർ ചെയ്യണ സംഭവമൊന്നുമില്ല. ഹാപ്പിനെസ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഹോബീസ്, സിനിമ കാണാം, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. What is success? Can you define it? Same, happiness. നമ്മൾ ഹാപ്പി ഇരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരാൾ സക്സസ് ആയി എന്നുള്ള കാര്യം. സമാധാനം, ഹാപ്പിനെസ് മെയിനായിട്ട്. ഹാപ്പിനെസ്, ഒരാൾ ഹാപ്പിയാണെന്നുള്ളത്
എന്നെ സംബന്ധിച്ച് അയാളപ്പോൾ സക്സസ് ആണ്. തീർച്ചയായിട്ടും. സോ നമുക്ക് ഇതുപോലത്തെ ഒരു ചാൻസ് റഷ്യക്ക് കിട്ടുമ്പോൾ ഈ ഒരു മൊമെന്റിൽ ലൈഫിൽ ആരുടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ, നന്ദി പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ പറയാം. ഓക്കെ, ആദ്യം എൻ്റെ പാരൻസിൻ്റെ അടുത്ത് മൊത്തം ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നത്. പിന്നെ അതുപോലെ കുറച്ച് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, അവർ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ അടുത്ത്. അതുപോലെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സ്, പിന്നെ ചില ടീച്ചേഴ്സ്, അപ്പോൾ അവരുടെ അടുത്തൊക്കെ. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ കണ്ട ആൾക്കാർ, അങ്ങനെ പല സ്റ്റേജിൽ കണ്ട കുറച്ചൊരു അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ സക്സസ് പറയുമ്പോൾ നമ്മുടെ മാത്രം എഫേർട്ടല്ല, നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ അടുത്തും നന്ദി. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരുടെ അടുത്തും നന്ദി. ഓക്കെ, ഒരു ഷോർട്ട് മെസ്സേജ് നമ്മളെ നിലവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ഇത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും ആസ്പിരൻസിന്? ആസ്പിരൻസിൻ്റെ അടുത്ത് പറയാനുള്ള എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ കുറേ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അപ്പോൾ അത് ഒന്നും ബ്ലൈൻഡായി ഫോളോ ചെയ്യാതെ എല്ലാ സ്ട്രാറ്റജീസും കണ്ട് നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് അത് ആ പ്ലാന് ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു എബിലിറ്റിനെ പറ്റി, ഒരു പൊട്ടൻഷ്യലിനെ പറ്റിയൊക്കെ നല്ല ധാരണ വേണം. അതാണ് ഏറ്റവും, നമുക്ക് നമ്മളെ പറ്റി നല്ലോണം ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാവണം. അതാണ് മെയിൻ കാര്യം. പിന്നെ നമ്മൾ ഏത് പ്ലാൻ ഫോളോ ചെയ്താലും അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. ഇതിൽ നമ്മൾ ഏറ്റവും ഡെഡിക്കേറ്റായി കൺസിസ്റ്റൻ്റായി നിൽക്കുന്ന ആളുകളാണ് സക്സസ് ആവുക. അപ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക, അതാണ് ഏറ്റവും വലിയ കാര്യം.